ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് രുചികരമായ ഓട്ടട തയ്യാറാക്കാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലിതിന് ഓട്ടപ്പം എന്നാണ് പറയുന്നത്. നിറയെ ഓട്ടകളുള്ള ഈ അപ്പം വളരെ രുചികരമാണ്. നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടൊന്ന് തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് നമുക്ക് 250 ml 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കട്ടിക്ക് വേണം കലക്കിയെടുക്കാനായിട്ട്. നമ്മൾ ഓട്ടപ്പത്തിനൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന അതേ കട്ടിയിൽ തന്നെ വേണം നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാൻ. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കുക, എന്നിട്ട് പാകത്തിന് കട്ടിയായാൽ നിർത്തുക. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം എപ്പോഴും പൊടിയെടുക്കാനും അതിന് കറക്റ്റായിട്ട് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കാനും. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml ഒരു 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുകയാണ്. നല്ല കട്ടിയിലാണ് കേട്ടോ കലക്കിയെടുക്കുന്നത്. നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. കണ്ടില്ലേ, ഇത്രയും കട്ടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. രണ്ട് 3 സെക്കൻഡ് നേരം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ച ആ ബൗളിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓട്ടട ചുട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് അടുപ്പിലേക്ക് നമുക്ക് ഓട്ടപ്പത്തിൻ്റെ ചട്ടി നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ രുചികരമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊടിയേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചപ്പാത്തിയും പുട്ടും ഒക്കെ ഉണ്ടാക്കാറില്ലേ, അപ്പോൾ നമുക്കിതൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ നന്നായി കലക്കി കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഓട്ടപ്പം ചുടാറ്. അപ്പോൾ മൺചട്ടി നന്നായി കഴിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടാവാൻ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബൗളുകൾ ഇങ്ങനെ വരും, ചെറിയ ചെറിയ പൊത്തുകൾ നിറയെ വന്നു കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓട്ടപ്പം ഇവിടെ റെഡിയാവും കേട്ടോ. കണ്ടില്ലേ, വളരെ രുചികരമായ ഒരു ഓട്ടപ്പമായിട്ട് നമ്മൾക്ക് കിട്ടും. നോക്കൂ, ഇങ്ങനെ മെല്ലെ മെല്ലെ സൈഡ് ചൂടുണ്ടാവും ചട്ടി. അപ്പോൾ ഒരു തുണി വെച്ച് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. നന്നായിട്ട് ബൗൾ വന്നതിന് ശേഷം അടച്ചു കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഓട്ടപ്പം എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. വളരെ രുചികരമായ ഒരു ഓട്ടപ്പമാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. കണ്ടില്ലേ, ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ രുചികരമായ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഓട്ടപ്പമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.